അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഇസ്ലാമിലെ രണ്ടാമത്തെ യുദ്ധമായ ഉഹുദ് യുദ്ധം നടന്ന ഉഹുദിന്റെ രണാങ്കണത്തിലേക്കാണ് കേട്ടോ. ഹിജ്റ 3-ാം വർഷത്തിലാണ് ഇത് നടന്നത്. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം. നമ്മൾ ഈ കാണുന്ന പച്ചപ്പോട് കൂടിയുള്ള ഈ സ്ഥലമല്ലേ, ഇതാണ് മദീനയിലെ ഏറ്റവും നീളം കൂടിയ വാദി ഖനാത്ത് തായ്വര. ഈ തായ്വരയിൽ ഉണ്ടായ ഒരു പ്രളയ സമയം ഉഹുദ് രക്തസാക്ഷികളുടെ കബറുകൾ വെളിവാക്കപ്പെട്ടിരുന്നു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പിന്നീട് അതൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ പ്രളയം ഇവിടെയുള്ള ചരിത്രരേഖകളിൽ അടയാളപ്പെടുത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉഹുദ് യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച ജബൽ റുമാത്ത് എന്ന് പറയുന്ന മല. ഇപ്പോൾ മലമുകളിൽ കയറണമെങ്കിൽ പൈസ വേണം. 10 റിയാലാണ് ഒരാൾക്കുള്ള ചാർജ്. മുമ്പൊക്കെ ഫ്രീ ആയിരുന്നു. ബദറിലെ പരാജയത്തിന് ശേഷം പകരം വീട്ടാണ് ശത്രുക്കൾ മദീനയിലേക്ക് വരികയായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ അബ്ദുല്ലാഹുബിന് സുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള 50ഓളം അമ്പെയ്ത്തുകാരെ ഈ കാണുന്ന മലമുകളിൽ ജബൽ റുമാത്തിന്റെ മുകളിൽ നിർത്തിയിരുന്നു. യുദ്ധം ഏത് രീതിയിലായാലും അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് നബി തങ്ങൾ പ്രത്യേകം അവരോട് പറയുകയും ചെയ്തിരുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ മുസ്ലിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയും ശത്രുക്കൾ ഓടിപ്പോവുകയും ചെയ്യുന്നത് കണ്ട് യുദ്ധം കഴിഞ്ഞെന്ന് മനസ്സിലാക്കി 50 പേരിൽ 9 പേര് ഒഴികെ ബാക്കി എല്ലാവരും താഴേക്കിറങ്ങി പോരുകയും ചെയ്തു. എന്നാൽ ആളൊഴിഞ്ഞ സമയം നോക്കി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾ മലമുകളിൽ കയറി വന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ സഹാബാക്കൾ പെട്ടെന്ന് പരിഭ്രാന്തരാവുകയും ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വഹ്ഷിയുടെ ചാട്ടുളിയേറ്റ് ഉഹുദിന്റെ മണ്ണിൽ ഷഹീദാവുകയും ചെയ്തു. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രില്ലിന്റെ ഉൾഭാഗത്താണ് ഉഹുദിൽ ഷഹീദായവരുടെ കബറിടങ്ങൾ ഉള്ളത്. യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഗുഹയുടെയും ആ സമയത്ത് നിസ്കരിച്ച മസ്ജിദ് ഫസഹിന്റെയും ഉഹുദ് ശുഹദാക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. നമ്മെ എല്ലാവരെയും ബദരീങ്ങളുടെയും ഉഹുദ് ശുഹദാക്കളുടെയും കൂടെ റബ്ബ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. വീഡിയോ പെട്ടെന്ന് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ.